നമസ്കാരം. വിചാരവീഥിയുടെ ഒരു പുതിയ ചിന്തയിലേക്ക് സ്വാഗതം. താഴ്ന്നു പറക്കുന്ന പരുന്തിനെ കണ്ടപ്പോൾ കാക്കയ്ക്ക് അതിനെ ഒന്ന് കൊത്താൻ തോന്നി. ഒരു തവണ കൊത്തിയെങ്കിലും പരുന്ത് പ്രതികരിച്ചില്ല. കാക്കയ്ക്ക് തോന്നി പരുന്തിന് തന്നെ പേടിയാണെന്ന്. കാക്ക വീണ്ടും പരുന്തിൻ്റെ മുകളിലൂടെ ചെന്ന് തലയിൽ തന്നെ കൊത്തി. എന്നിട്ടും പരുന്ത് ഗവനിച്ചില്ല. എന്നാൽ കാക്ക പോലും അറിയാതെ പരുന്ത് കൂടുതൽ ഉയരത്തിലേക്ക് നീങ്ങി തുടങ്ങി. ഉയരം കൂടിയതനുസരിച്ച് ശ്വാസം കിട്ടാതെ വന്ന് കാക്ക നിലം പതിച്ചു എന്നാണ് കഥ. പ്രതികരിക്കാത്തവരെല്ലാം പ്രതികരണശേഷിയില്ലാത്തവരല്ല. പ്രതികരിച്ച് സമയം നഷ്ടപ്പെടുത്താൻ താല്പര്യമില്ലാത്തവരും പ്രതികരണങ്ങളിലൂടെ സ്വയം വഴിതെറ്റാൻ താല്പര്യമില്ലാത്തവരും ആ കൂട്ടത്തിലുണ്ടാവും. ഒരാൾ എന്തിനോട് പ്രതിപ്രവർത്തിക്കുന്നു എന്ന് നോക്കിയാൽ അയാളുടെ ബലവും ബലഹീനതയും നമുക്കറിയാം. പ്രകോപനം ശീലമാക്കിയവരെ പ്രതികരിച്ച് തോൽപ്പിക്കാനാവില്ല. അവർക്കുള്ള പ്രത്യുത്തരം പൂർണ്ണ നിശബ്ദത തന്നെയാണ്. ഓരോരുത്തരും തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രമേ പ്രകോപനങ്ങൾ സൃഷ്ടിക്കൂ. അപരിചിതമായ മണ്ഡലങ്ങളിലെ പ്രതികരണങ്ങളിൽ കരുത്തിനേക്കാൾ പ്രധാനം ദീർഘവീക്ഷണമാണ്. ശാരീരിക ക്ഷമത കൊണ്ട് ആൾക്കൂട്ടത്തിന്റെ ആക്രമണങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനായെന്നും വരില്ല. ആവശ്യമുള്ളതിനോടും അർഹതയുള്ളതിനോടും മാത്രം പ്രതികരിക്കാൻ കഴിഞ്ഞാൽ തന്നെ അപ്രധാനമായതെല്ലാം ഒഴിവാകും. എല്ലാ ശത്രുക്കളും എതിർത്ത് തോൽപ്പിക്കേണ്ടവരല്ല. അധിക്ഷേപങ്ങളും ആക്രമണങ്ങളും മാത്രം ശീലമാക്കിയവർക്ക് സ്വന്തമായ ദിശയോ ലക്ഷ്യമോ ഉണ്ടാകുകയില്ല. ആരെയെങ്കിലും അവഹേളിക്കുന്നതിനോ അപമാനിക്കുന്നതിനോ മാത്രമായിരിക്കും അവർ ദിനചര്യകൾ പോലും ക്രമീകരിക്കുന്നത്. അവരെ അവഗണിക്കുകയും സ്വന്തം അഭിനിവേശങ്ങളെ പിന്തുടരുകയും മാത്രമാകും ആത്മാഭിമാനം നിലനിർത്തുന്നതിനും സ്വയം നഷ്ടപ്പെടാതിരിക്കുന്നതിനുമുള്ള ഏക മാർഗം. എല്ലാവർക്കും വിഹരിക്കാനുള്ള ആകാശം എല്ലായിടത്തുമുണ്ട്. അവരൻ്റെ ചലനങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കാതെ സ്വന്തം യാത്രകളെ ക്രിയാത്മകവും മനോഹരവുമാക്കിയാൽ എല്ലാവരുടെയും ആകാശം കൂടുതൽ സഞ്ചാരക്ഷമമാകും. നമസ്കാരം.